ഇപ്പോൾ ഇത് മൊത്തം ഏഷ്യാനെറ്റിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ കാണിച്ചതാണ്. അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി കേരളത്തിൽ പിന്നീട് ക്ലച്ച് പിടിച്ചില്ല. ആം ആദ്മി പാർട്ടിയെ അവസാനം ഞാൻ കാണുന്നത് സാറാ ജോസഫ് CR നീലകണ്ഠനെ പുറത്താക്കി, CR നീലകണ്ഠൻ ഒരു യോഗം കൂടിയിട്ട് സാറാ ജോസഫിനെയും പുറത്താക്കി. അങ്ങനെ രണ്ടുപേരും ഈ പാമ്പ് സ്വയം വിഴുങ്ങുമല്ലോ, വാല് മുതൽ വിഴുങ്ങി പാമ്പില്ലാതെയാകും, തീരുമല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോൾ വിഴുങ്ങി തീർന്നു. അങ്ങനെ തീർന്നു പോയ ഒരു സാധനമാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് അതിൻ്റെ ചാരത്ത് പിന്നെ പിടിച്ചിട്ട് കാര്യമില്ല, വള്ളം അടുപ്പിക്കാൻ സ്ഥലമില്ല. അപ്പോൾ പക്ഷേ ഈ ഹിന്ദു വിരുദ്ധത ഉള്ളിൽ കിടക്കുകയും ചെയ്യുന്നു. അതാണ് അവരുടെ മൊത്തം ത്രൂ ഔട്ട് അവരുടെ പ്രോഗ്രാമിൽ നോക്ക്. കുറേ നാൾ മുമ്പാണ് ഒരു സ്ത്രീ ഫോൺ ചെയ്തിട്ട് ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ കാര്യം നിങ്ങൾ പറയാത്തത് സൗകര്യമില്ല പൊടി എന്നൊക്കെ പറഞ്ഞെന്തോ അതിൻ്റെ വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നു, വലിയ ബഹളം നടന്നു. എനിക്ക് തോന്നുന്നു ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആക്രമണത്തോട് അനുബന്ധിച്ചാണെന്ന് തോന്നുന്നു. യെസ് അതുമായി ബംഗാളിലെയോ അതെ യെസ് ബംഗാളിലെ ഹിന്ദുവിൻ്റെ കാര്യം. അവരെന്താ അതെ അവർ പാകിസ്ഥാനികളാണ് ഇങ്ങനെയൊക്കെ പറയുന്നു, ആകെ പ്രശ്നമാണ്. ദാറ്റ് ഷോസ് എ മൈൻഡ് സെറ്റ്. ഞാൻ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുകയില്ല, കാരണം ഇവരുടെ സെറ്റപ്പ് അങ്ങനെയാണ്. എനി ന്യൂസ് അത് പ്രോ ഹിന്ദു ന്യൂസ് ആണെങ്കിൽ അവർ കാണിക്കില്ല, ബട്ട് കാണിക്കും കേട്ടോ. ഇത് ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഉത്തരം എന്താണെന്നറിയാമോ? ഞങ്ങൾ ശബരിമല തീർത്ഥാടനം കാണിച്ചില്ലേ? കാണിച്ചു. ചോറ്റാനിക്കര മകം കാണിച്ചു. ഗുരുവായൂർ ഏകാദശി കാണിച്ചു. പിന്നെ എന്താ? അതിൻ്റെ റിലീജിയസ് പോർഷൻ വേണമെങ്കിൽ അവർ കാണിക്കും, ബട്ട് ആസ് എ സൊസൈറ്റി നിങ്ങൾ ഒരുമിക്കുകയാണ്, ഒന്നിക്കുകയാണ്, ഉണർത്തെഴുന്നേൽക്കുകയാണ് എന്ന് കണ്ടാൽ അവർ തിരിച്ചടിക്കും. ഇൻഡിവിജ്വൽ ഭക്തിയുമായിട്ട് നടന്നോ, കളക്റ്റീവ് ആകരുത്. കളക്റ്റീവ് ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് BJPയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഗ്രൂപ്പാണ്. അതിനെ തടയണം, അതില്ലാതെയാക്കണം. ഇപ്പോൾ കുംഭമേള ഒരു ഇൻഡിവിജ്വൽ സ്നാനമല്ല, അവിടെ ഒരു കളക്റ്റീവ് രൂപാന്തരപ്പെടുന്നു. അവിടെ പോയി കഴിയുമ്പോൾ നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുകയും ആ കളക്റ്റീവിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ യാതൊരു കുഴപ്പവുമില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ തിക്കും തള്ളും ഒക്കെ ചെയ്യും അല്ലേ? ഗുരുവായൂർ നമ്മൾ തൊഴാൻ പോകുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആളിനെ തള്ളുക, സൈഡിൽ നിൽക്കുന്ന ആളിനെ മുട്ടുകൈ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നില്ല. ഇൻഡിവിജ്വലാണ് അവിടെ, കളക്റ്റീവ് ഇല്ല. അതുകൊണ്ട് സിന്ധു സൂര്യകുമാർ ഈസ് ഹാപ്പി, നോ പ്രോബ്ലം. ഗുരുവായൂർ ഏകാദശി കാണിക്കും, ശബരിമല ലൈവായിട്ട് കാണിക്കും. കുംഭമേള അങ്ങനെയല്ല, അത് കളക്റ്റീവ് ആകുന്നു. വായിജിത്ത് അവിടെ പ്രയാഗരാജിൻ്റെ ഒരു 20 കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ വായിജിത്ത് ഇല്ലാതെയാകും, ആ പ്രളയത്തിൽ അങ്ങ് ലയിക്കും. യു ഡോണ്ട് ഹാവ് എനി ഇൻഡിവിജ്വാലിറ്റി ആഫ്റ്റർ ദാറ്റ്. ആ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ അങ്ങ് ലയിക്കും. പിന്നെ തിരിച്ച് ഇപ്പോൾ കുംഭമേളയ്ക്ക് പോയ പലരും എന്നോട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഈ സ്വബോധമുണ്ടല്ലോ, ഞാനാണെന്നൊക്കെ, അതുവരെ ഒരു ട്രാൻസിൽ പോലെ നമ്മളിങ്ങനെ കളക്റ്റീവായിട്ട് അതിൻ്റെ ഇതിൽ പോകും. മനസ്സിൽ ശിവനും ഗംഗയും മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നു എന്ന് സിന്ധു സൂര്യകുമാറിന് മനസ്സിലായി. അതുകൊണ്ടാണ് കുംഭമേളയെ അവർ അറ്റാക്ക് ചെയ്യുന്നത്. അവരൊരിക്കലും ശബരിമല തീർത്ഥാടനത്തെ അറ്റാക്ക് ചെയ്തിട്ടില്ല, ഉണ്ടോ? ഇല്ല, ചെയ്യില്ല. കാരണം അവിടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ് വരുന്നില്ല. അത് എന്ന് വന്ന് തുടങ്ങുന്നോ അന്ന് ശബരിമലയ്ക്ക് അറ്റാക്ക് ഉണ്ടാവും, ചോറ്റാനിക്കര അറ്റാക്ക് ചെയ്യപ്പെടും, ഗുരുവായൂർ അറ്റാക്ക് ചെയ്യപ്പെടും. വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ഈ ചേഞ്ച് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല.